വചനമൊഴി ഡിസംബർ 9. വചനഭാഗം എഫേസോസ് 4:13-16, യോഹന്നാന്റെ സുവിശേഷം 14:11-14. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ ഈ പ്രവർത്തികൾ മൂലം വിശ്വസിക്കുവിൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിലൂടെ നമ്മോട് ഈശോ പറയുന്നത്, ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തികൾ മൂലം വിശ്വസിക്കുവിൻ. ഈശോ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാണ്: ദൈവപിതാവിൻ്റെ മഹത്വം. ഈശോയുടെ വാക്കുകളും പ്രവൃത്തികളും പിതാവിനെ വെളിപ്പെടുത്തുക, പിതാവിനെ മഹത്വപ്പെടുത്തുക എന്നതായിരുന്നു. അതുകൊണ്ടാണ് ഈശോ വീണ്ടും പറയും, നിങ്ങൾ എന്ത് ചോദിച്ചാലും പിതാവിൻ്റെ മഹത്വത്തിനു വേണ്ടി ഞാനത് ചെയ്യും. വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കുന്ന ഈശോ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ദൈവത്തെ വെളിപ്പെടുത്തുന്ന ഈശോ. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്തു ചോദിച്ചാലും പിതാവിൻ്റെ മഹത്വത്തിനു വേണ്ടി ഞാൻ അത് ചെയ്യുമെന്നാണ് ഈശോ പറയുന്നത്. നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിച്ചാലും ഞാൻ അത് ചെയ്യും. ഇന്ന് തിരുവചനം നമ്മോട് ആവശ്യപ്പെടുന്നതും വചനവും പ്രവൃത്തിയും, നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഒന്നായിരിക്കട്ടെ എന്നാണ്. വചനത്തിൻ്റെ പ്രകാശനമായി പ്രവൃത്തികൾ ഉണ്ടാകട്ടെ എന്നാണ്. അപ്പോൾ ഈശോയുടെ പ്രവൃത്തി 1 ദൈവമഹത്വത്തിന് വേണ്ടിയാണ്, 2 മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ്. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാനത് ചെയ്തു തരുമെന്ന് പറയുമ്പോൾ ഈശോയുടെ പ്രവൃത്തികൾ മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈശോയുടെ പ്രവൃത്തി 2 ലക്ഷ്യമാണ്: 1 പിതാവിൻ്റെ മഹത്വം, 2 ചോദിക്കുന്നവരുടെ നന്മ. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ ദൈവമഹത്വത്തിനും മനുഷ്യ നന്മയ്ക്കുമുള്ളതാക്കി മാറ്റുവാൻ കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.